next section is about quantifiers. Quantifiers. രണ്ട് ക്വാണ്ടിഫയേഴ്സേ ഉള്ളൂ. രണ്ട് ക്വാണ്ടിഫയേഴ്സേ ഉള്ളൂ. അതിൽ ആദ്യത്തെ ക്വാണ്ടിഫയർ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ. യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ. എന്താണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ? അതായത് എല്ലാവർക്കും ശരിയായ കാര്യം. എല്ലാവർക്കും ശരിയായ കാര്യം. അതിനെയാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എല്ലാവർക്കും ശരിയാകുന്നു എന്ന് നമ്മൾ എഴുതുന്നതാണ്. എല്ലാവർക്കും ശരിയാകുന്നു എന്ന് നമ്മൾ എഴുതുന്നതാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ. ഫോർ എക്സാമ്പിൾ, ഫോർ എവരി x square minus 5x plus 6 is equal to 0. It is a universal quantifier. കണ്ടല്ലോ, ഫോർ എവരി എക്സ്, എല്ലാ എക്സിനും ആ പറഞ്ഞ കാര്യം ശരിയാണ്. നമ്മൾ ഒരാൾക്കായിട്ടല്ല പറയുന്നത്, എല്ലാവർക്കുമായിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ്, ഫോർ എവരി എക്സ് cos x is less than or equal to 1. For every x, cos x is less than or equal to 1. Now, വീണ്ടും പറയാം. എന്താണ്? For every n greater than or equal to n, for every n greater than or equal to n, xn minus x is less than epsilon. xn minus x is less than epsilon. കണ്ടല്ല, ഇവിടെ നമ്മള് ഈ ഒരു സെന്റൻസ് സത്യം പറഞ്ഞാൽ തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കണ്ടീഷൻ തുടങ്ങുന്നതിന് മുമ്പേ അവർ പറയുന്നത് എന്താണ്? എല്ലാവർക്കും ശരിയാണ്. എല്ലാവർക്കും ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ശരിയാണ്. എല്ലാവർക്കും ശരിയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും ശരിയാണെന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. ഫോർ എവരി എക്സ്. And this for every is called a universal quantifier. For every എന്ന് ഈ പറയുന്ന സാധനത്തിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറയുന്നത്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, ഫോർ എവരി എന്ന് നമ്മൾ വീണ്ടും എഴുതൂല. ഫോർ എവരി എന്ന് പറയുന്ന ഇയാൾക്ക് ഒരു സിമ്പിൾ ഉണ്ട്. ഇയാൾക്ക് ഒരു സിമ്പിൾ ഉണ്ട്. ആ സിമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ഇറ്റ് ഇസ് ഫോർ എവരി സിമ്പിൾ. ഇതാണ് ഫോർ എവരി എന്ന് പറയുന്ന സിമ്പിൾ. ഇതാണ്. ജസ്റ്റ് സെക്കൻഡ്. എന്ന് വെച്ചാല് ക്യാപിറ്റൽ എ തിരിച്ചെഴുതിയത് പോലെയാണ് ഈ ഫോർ എവരി വരുന്നത്. ക്യാപിറ്റൽ എ തിരിച്ചെഴുതിയത് പോലെ, നത്തിങ് മോർ. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോ ചില എന്താണ് നീളം കൂടുതലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം. ക്യാപിറ്റൽ എ നേരെ തലകുത്തിന് എഴുതുന്നത് എങ്ങനെയാണോ അതാണ് നിങ്ങളുടെ ഫോർ എവരി. ഡൺ. ഫോർ എവരി എക്സ്, ഫോർ എവരി എക്സ്, എക്സ് സ്ക്വയർ മൈനസ് 5x plus 6 equal to 0. അടുത്തതായി ഇവിടെ നോക്കും. ഫോർ എവരി എക്സ്, cos x less than or equal to 1. അടുത്ത, ഫോർ എവരി n greater than or equal to n, modulus of xn minus x is less than epsilon. ഫോർ എവരി എന്ന് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആൻഡ് ജനറൽ ഫോം for every x such that p of x. ഇതാണ് ജനറൽ ഫോം. for every x such that p of x. such that ന്റെ സിമ്പിൾ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. such that, അതായത് ഒരു ഈ സിമ്പിൾ നേരെ ലെഫ്റ്റിലേക്ക് തിരിച്ചെഴുതുന്ന പോലെ, ലെഫ്റ്റിലേക്ക് ഈ സിമ്പിൾ തിരിച്ചെഴുതുന്ന പോലെ ഒരു സിമ്പിൾ. for every x such that p of x. ഇതാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിന്റെ ജനറൽ എന്താണ് സിംബലൈസേഷൻ. ഈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. എക്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫോർ എവരി എക്സിന് ശേഷം എക്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്. ഇവിടെയും ഫോർ എവരി എക്സിന് ശേഷം എക്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഫോർ എവരി സ്മോൾ എന്നിന് ശേഷം എന്നുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്. എന്നുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്. ഡൺ.
ദിസ് ഇസ് കോൾഡ് എ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ. യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ മനസ്സിലായോ? മനസ്സിലായി സർ. ശരി. അപ്പൊ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിന്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് എല്ലാവരും അനുസരിക്കണമെന്നുള്ളതാണ്. യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിന്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് എല്ലാവരും അനുസരിക്കണമെന്നുള്ളതാണ്. അപ്പൊ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ തെറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ തെറ്റുന്നത്? എല്ലാവരും അനുസരിക്കാതിരിക്കുന്നു. എല്ലാവരും അനുസരിക്കാതിരിക്കുമ്പോ. ഓക്കെ, ശരി, അത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഒരു ക്ലാസ്സിലുള്ള എല്ലാവരും എന്താണ്, ക്ലാസ്സിലുള്ള എല്ലാവരും ആണുങ്ങളാണ്. ക്ലാസ്സിലുള്ള എല്ലാവരും ആണുങ്ങളാണ്. ഒരു ക്ലാസ്സിലെ എല്ലാവരും ആണുങ്ങളാണെന്ന് ഞാൻ പറയുകയാണ്. അത് തെറ്റണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആര്യ പറയാമോ? ഒരു ക്ലാസ്സിലുള്ള എല്ലാവരും ആണുങ്ങളാണ് എന്ന് ഞാൻ പറയുമ്പോ അത് തെറ്റണമെങ്കിൽ എന്ത് സംഭവിക്കണം? ക്ലാസ്സിൽ ഗേൾസും കൂടെ വേണം. എത്ര ഗേൾസ് വേണം? മിനിമം ഒരാള്. അതെ, അതാണ് കാര്യം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഫോർ എവരി എന്ന ക്വാണ്ടിഫയർ തെറ്റണമെങ്കിൽ എല്ലാവരും, ഫോർ എവരി എക്സ്, എല്ലാ എക്സും ഇതനുസരിക്കുന്നു. അത് തെറ്റണമെങ്കിൽ എല്ലാ എക്സും ഇതനുസരിക്കാതിരിക്കണം. ഒരാൾ അനുസരിക്കാതിരുന്നാൽ, ഒരാളെങ്കിലും ഒരാൾ അനുസരിക്കാതിരുന്നാൽ മതി. കാര്യം ശരി. കാര്യം നമ്മൾ പറഞ്ഞ തെറ്റായി. അത് ഞാൻ പറയുകയാണ്, എന്റെ കുട്ടികളെല്ലാം അടിപൊളിയാണ്, എന്റെ കുട്ടികളെല്ലാം നല്ല പിള്ളേരാണ്. ഒരു ചീത്ത കുട്ടിയെ കാണിച്ചാൽ മതി, തെറ്റി. ഒരാൾ പ്രശ്നം ഉണ്ടാക്കിയാൽ മതി, തീർന്നു. അതാണ് അടുത്ത ക്വാണ്ടിഫയർ. ഇറ്റ് ഈസ് കോൾഡ് ദ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. അടുത്ത ക്വാണ്ടിഫയറിന്റെ പേര് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. കണ്ടല്ലോ? അതായത് ഒരാളുണ്ട് സച്ച് ദാറ്റ് ഇത് ചെയ്യുന്നു, ഒരാളുണ്ട് സച്ച് ദാറ്റ് ഇത് ചെയ്യുന്നു. യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. ഒരാളെ കുറിച്ച് മാത്രമേ പറയൂ. ഞാൻ പറയുന്നു യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എല്ലാവരും അനുസരിക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ നേരെ നെഗേഷൻ ഉണ്ടാക്കാൻ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ പറഞ്ഞാൽ മതി അയാൾ അനുസരിക്കുന്നില്ല, അയാള് അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ പറയും there exist. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കഴിഞ്ഞ പേജിൽ നോക്കിയാൽ മതി. എന്താണ്? ഫോർ എവരി എക്സ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 is equal to 0. ഇത് തെറ്റിക്കാനായിട്ട് നമ്മൾ പറയും there exist an element x such that x square minus 5x plus 6 is not equal to 0. ഇത് അനുസരിക്കാത്ത എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0 അനുസരിക്കാത്ത, അതായത് നോട്ട് ഈക്വൽ ടു 0 ആവുന്ന ഒരെലമെന്റ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ആൻ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. ഈ there exist ആണ് ഈ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. More example. There exists a number less than 7. There exists a number less than 7. ഇനി അടുത്ത there exists a positive number x such that there exists a positive number x such that x square equal to 5. ഇതാണ് നമ്മുടെ there existന്റെ ഒരു ഫോം.
ഇങ്ങനെ നമ്മൾ വലിച്ചു നീട്ടി എഴുതാറില്ല, നമ്മൾ എപ്പോഴും സിമ്പിൾ ആണ് ഉപയോഗിക്കാറുള്ളത്. സോ സിമ്പിൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കണേ, there exist. ഈ there existനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, there exist. അതായത് ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് തിരിച്ചെഴുതുന്നതാണ്. ക്യാപിറ്റൽ ഇ ലെഫ്റ്റിലേക്ക് തിരിച്ചെഴുതുന്ന പോലെയാണ് there existന്റെ സിമ്പിൾ. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റിനെ ഞാൻ സിമ്പിൾ എഴുതാൻ പോവാണ്. there exist x such that, there exist x such that x square minus 5x plus 6 not equal to 0. Okay. There exists x such that x square minus 5x plus 6 not equal to 0. സിമ്പിൾ കേട്ടോ. ഇത്രയും നെടുനീളത്തിൽ നമ്മൾ എഴുതൂല, ഇനി നമ്മൾ എഴുതൂല, നമ്മൾ സിമ്പിൾ ഉപയോഗിച്ചാണ് എഴുതാൻ പോകുന്നത്. ഇനി അടുത്ത് നോക്കുക, there exist. അടുത്തതാണ് there exist x such that x less than 7. അവര് മൊത്തത്തിൽ സച്ച് ദാറ്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. there exist x less than 7. there exist x less than 7. So you can rewrite it as there exist x less than 7. There exists x less than 7. It's okay. There exists x less than 7. Next one is here statement. There exists a positive number x. X a positive number. But there exists x greater than 0. Positive number. Such that x square equal to 5. X square equal to 5. There exists a positive number x ആണ്. വെറും നമ്പർ അല്ല, പോസിറ്റീവ് നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ വെറും എക്സ് അല്ല, എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യും. എക്സ് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 5. ഡൺ. ഇതാണ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. ഓക്കെ. ഇനി എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാളുണ്ട് ഈ കാര്യം ചെയ്യുന്നത്. അപ്പൊ ജനറൽ ഫോർമാറ്റ് ആണ് ഞാൻ പറയുന്നത്. ജനറൽ ഫോർമാറ്റ് there exist x such that, സച്ച് ദാറ്റിന് ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ട്, പക്ഷെ നമ്മളത് ഇവിടെ ഉപയോഗിക്കുന്നില്ല. നമ്മളെ സിമ്പിൾ വേറെയാണ്. there exist x such that p of x. ഒരു എക്സ് ഉണ്ട് സച്ച് ദാറ്റ് പി ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് അനുസരിക്കുന്നു. there exists x such that എക്സുമായി ബന്ധപ്പെട്ട ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിക്കുന്നു. അപ്പൊ നോക്കിക്കോ, ഒരു എക്സ് എങ്കിലും ഉണ്ട് ഇത് അനുസരിക്കുന്നു എന്നാണ് ഇത് മീൻ ചെയ്യുന്നത് കേട്ടോ. എക്സ് എന്താണ് there exists എന്ന സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ ഞാൻ പറയുന്ന ഇയാളുണ്ടല്ലോ, ഈ അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു എക്സ് എങ്കിലും ഉണ്ട് ഈ പറയുന്ന കാര്യം അനുസരിക്കുന്ന ടൈപ്പിലുള്ള എന്നാണ് പറയുന്നത്. ശരി, അത് തെറ്റണമെങ്കിൽ എന്ത് ചെയ്യണം ദേവിക? ഒന്നും കൂടെ പറയൂ. ഒരാളെങ്കിലും ഇതനുസരിക്കുന്നതുണ്ടെന്നാണ് there exist സ്റ്റേറ്റ്മെന്റ്, അതായത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ പറയുന്നത്. അപ്പൊ അത് തെറ്റണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആരും ഇതനുസരിക്കരുത്. അത് ആരും ഫോർ എവരി എക്സ് എഫ് ഓഫ് എക്സ് അനുസരിക്കരുത്. ഫോർ എവരി എക്സ് ഇതനുസരിക്കരുത്, അത്രേ ഉള്ളൂ. അതായത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിന്റെ നെഗേഷൻ എന്താണ്? യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണ്. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിന്റെ നെഗേഷൻ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഞാൻ നേരത്തെ വന്നത് യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിന്റെ നെഗേഷൻ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആണെന്നും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിന്റെ നെഗേഷൻ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണെന്നും അത്രേ ഉള്ളൂ. അപ്പൊ വീണ്ടും മനസ്സിലാക്കുക, എല്ലാവരും അനുസരിക്കുന്നു എന്ന് പറയുന്നതിനെ തെറ്റിക്കാൻ ആരെങ്കിലും ഒരാൾ അനുസരിക്കുന്നില്ല എന്ന് തെളിയിച്ചാൽ മതി. ആരെങ്കിലും ഒരാളെങ്കിലും അനുസരിക്കുന്നില്ല, ആരെങ്കിലും ഒരാളുണ്ട് ഇത് ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ട് എന്ന് പറയുന്നതിന്റെ നെഗേഷൻ ആരും ഇത് ചെയ്യുന്നില്ല എന്ന് തെളിയിച്ചാൽ മതി, കാര്യം കഴിഞ്ഞു. സോ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ക്വാണ്ടിഫയറുമാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മള്
കുറച്ച് സ്റ്റേറ്റ്മെന്റുകളെ ഈ സിമ്പലിന്റെ രൂപത്തിൽ എഴുതാനാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. സിമ്പലിന്റെ രൂപത്തിൽ എഴുതാനാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കത് പഠിക്കാം. ഫോർ എവരി പോസിറ്റീവ് നമ്പർ m, there is a positive number n such that for every positive number m, there is a positive number n such that n less than 1 by m. ഇതാണ് നമ്മുടെ സെന്റൻസ്. For every positive number m, there is a positive number n such that n less than 1 by m. സംഭവം ഇത് എന്താണ്? എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും ഒക്കെ മിക്സ് ആയി വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദാ ഇവിടെ ഫോർ എവരി എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇവിടെ there is a positive number. അതായത് ഒരു പോസിറ്റീവ് നമ്പറിന്റെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് there exist കണ്ടാലേ അതുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കരുത്. there is a positive number എന്ന് പറയുന്നുണ്ട്. ഒരു പോസിറ്റീവ് നമ്പർ എന്നെ പറ്റിയാണ് പറയുന്നത്. അവിടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാനിത് സിമ്പലിലേക്ക് മാറ്റുകയാണ്. നോക്കിക്കോളുക. ഫോർ എവരി പോസിറ്റീവ് നമ്പർ, ഫോർ എവരി പോസിറ്റീവ് നമ്പർ എം ആണ്. പോസിറ്റീവ് നമ്പർ എം. ഫോർ എം ഗ്രേറ്റർ ദാൻ 0, പോസിറ്റീവ് നമ്പർ അല്ലേ, എം ഗ്രേറ്റർ ദാൻ 0, there is a പോസിറ്റീവ് നമ്പർ n ആണ്. അപ്പൊ there exist a positive number n, there exist n greater than 0 such that n less than 1 by n. Done. അതായത് നമ്മളൊരു കൈൻഡ് ഓഫ് കോഡിംഗ് പഠിക്കുന്നത് പോലെയാണ് കേട്ടോ. നമ്മൾ ഈ വലിയ സെന്റൻസിനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നത് ഈ താഴെ പറയുന്ന രീതിയിൽ. ഫോർ എവരി പോസിറ്റീവ് നമ്പർ m, there is a positive number n such that n less than 1 by m. n less than 1 by m. കഴിഞ്ഞു. ഇതാണ് കാര്യം. Now, next sentence. If n greater than or equal to capital N, if n greater than or equal to capital N, then modulus of fnx minus f of x is less than or equal to 3 for all x in a. For all x in a. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. If n greater than or equal to n, if n greater than or equal to n, then fnx then fnx minus f of x less than or equal to 3 for all x in a. For all x in a എന്നാണ് പറയുന്നത്. ശരി, അപ്പൊ ഞാൻ ഈ സ്റ്റേറ്റ്മെന്റിനെ മാറ്റുന്നത് ശ്രദ്ധിക്കുക. അതായത് ഇഫ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ n ആവുകയാണെങ്കിൽ താഴെ പറയുന്ന കാര്യമില്ല നടന്നു. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ n ആവുകയാണെങ്കിൽ താഴെ പറയുന്ന കാര്യം നടന്നിരിക്കും. അപ്പോ ക്യാപിറ്റൽ എന്നിനേക്കാൾ വലിയ ഏതെന്ന് എടുത്താലും താഴെ പറയുന്ന കാര്യം നടന്നിരിക്കുന്നു. ക്യാപിറ്റൽ എന്നിനേക്കാൾ വലിയ ഏതെന്ന് എടുത്താലും താഴെ പറയുന്ന കാര്യം നടന്നിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോ ഞാൻ ഈ സെന്റൻസിനെ മാറ്റുന്നത് ഫോർ എവരി n greater than or equal to n. For every n greater than or equal to n. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ചിലപ്പോ, അതായത് സെന്റൻസുകളായി മാത്രം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ക്വാണ്ടിഫയറിനെ തിരിച്ചറിഞ്ഞു എന്ന് വരില്ല. അപ്പൊ അതിന്റെ അർത്ഥത്തിലേക്ക് പോകണം. ഇവര് പറയുന്നത് ക്യാപിറ്റൽ എന്നിനേക്കാൾ വലിയ ക്യാപിറ്റൽ എന്നിനേക്കാൾ വലിയ n ആണെങ്കിൽ താഴെ പറയുന്ന കാര്യം നടക്കുമെന്ന്. ക്യാപിറ്റൽ എന്നിനേക്കാൾ വലിയ ഏത് സ്മോൾ n എടുത്താലും പറയുന്ന കാര്യം നടക്കണമല്ലോ. പറയുന്ന കാര്യം നടന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിനെ റീറൈറ്റ് ചെയ്തത് ഫോർ എവരി n greater than or equal to n.
ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്താണ് fnx മൈനസ് f of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഫോർ ഓൾ x in a. ഫോർ ഓൾ x in a. ഓക്കെ, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. എനിക്ക് ഫോർ ഓൾ എക്സ് അത് കാണുമ്പോൾ തന്നെ അറിയാം അത് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണ്. ഈ പുള്ളിക്കാരനെ ഒന്ന് ഫ്രണ്ടിലാക്കിയ കൊള്ളാന്നുണ്ട് എനിക്ക്. ഈ പുള്ളിക്കാരനെ ഒന്ന് ഫ്രണ്ടിലാക്കിയ കൊള്ളാം. അപ്പൊ ഞാൻ ഫോർ എവരി n greater than or equal to n, for every n greater than or equal to n, and for all x in a, fnx minus f of x less than or equal to 3. സിമ്പലിലേക്ക് മാറ്റുകയാണ്. ഫോർ എവരി n greater than or equal to n, and for every x in a, അതായത് x belongs to a, modulus of fnx minus f of x less than or equal to 3. For every n greater than or equal to n, for every x belongs to a, fnx minus f of x less than or equal to 3, we are done. അതായത് നമ്മളത് കാണുന്നത് പോലെയല്ല. ഫോർ എവരി കണ്ടാലേ നിങ്ങൾ കൊടുക്കുന്നല്ല. ഫോർ എവരി കണ്ടാലും യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണ്. ഫോർ ഓൾ കണ്ടാലും യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണ്. അത് മാത്രമല്ല, ചില ഇൻസ്റ്റന്റിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇഫ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണ്. ഇഫ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആവുമ്പോൾ താഴെ പറയുന്ന കാര്യം ശരിയാവുന്നതാണ്. അപ്പം ക്യാപിറ്റൽ എന്നേക്കാൾ വലിയ ഏതെല്ലാം എടുത്താലും കാര്യം ശരിയാവണമല്ലോ. അതാണ് ഞാൻ അവിടെ എഴുതിയത്. ഓക്കെ, ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. എന്നിട്ട് രണ്ടാമത് ഞാൻ ചെയ്തത് ബാക്കിൽ കിടക്കുന്ന ഫോർ ഓൾ എക്സിന് അതിന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലാക്കി ഫോർ ഓൾ എക്സ്. അത് അവിടെ കിടന്നാലും പ്രശ്നമൊന്നുമില്ല. ഈ സ്റ്റേറ്റ്മെന്റ് എഴുതിയതിനു ശേഷം ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എന്ന് എഴുതേണ്ടി വരും, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എങ്കിലും ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്, അതായത് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ഒക്കെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്നു. കഴിഞ്ഞു. ഇനി നെക്സ്റ്റ്, no positive number x satisfies the equation f of x equal to 5. No positive number x satisfies the equation f of x equal to 5. ഒരു പോസിറ്റീവ് നമ്പരും താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ അനുസരിക്കുന്നില്ല. നോ പോസിറ്റീവ് നമ്പർ എക്സ് സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ 5. ആരും അനുസരിക്കുന്നില്ല. ഒരാള് പോലും ഇല്ല. അപ്പൊ ഞാൻ എഴുതുന്നത് ഫോർ എവരി എക്സ് ഗ്രേറ്റർ ദാൻ 0, for every x greater than 0, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. f of x not equal to 5. കഴിഞ്ഞു. ഞാൻ എഴുതിയതും മേളിൽ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം എന്താണോ നിങ്ങൾ നോക്കിയാൽ മതി. ഒരു പോസിറ്റീവ് നമ്പർ പോലും ആ പറയുന്ന ഫംഗ്ഷൻ 5 ആക്കുന്നില്ല. എഫ് ഓഫ് എക്സ് 5 ആക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതെ, അത് തന്നെയാണ് ഞാൻ എഴുതിയത്. നിങ്ങൾ ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും ഫോർ എവരി എക്സ് ഗ്രേറ്റർ ദാൻ 0, എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 5. ഇവിടെ ഒരിടത്തും ഫോർ എവരി ഇല്ല. ഈ സെന്റൻസിന്റെ ഒരിടത്തും ഫോർ എവരി ഇല്ല. പക്ഷെ നമ്മൾ ഫോർ എവരി കൾട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ നോക്കുക. ഫോർ എവരി നമ്മൾ അവിടെ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണെന്ന് നോക്കുക. ഓക്കെ, അതായത് സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കി അത് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണോ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. നോ പോസിറ്റീവ് നമ്പർ, ഒരു പോസിറ്റീവ് നമ്പർ എക്സും ആ പറയുന്ന കാര്യം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ശരി, ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ 0, എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ഈക്വൽ ടു 5. കഴിഞ്ഞു. അപ്പൊ അതാണ് കാര്യം.
ഡൺ. ഓക്കെ, അപ്പോ നമ്മുടെ എന്താണ് സ്റ്റേറ്റ്മെന്റുകളെ നിങ്ങൾക്ക് സിമ്പലിൽ എഴുതാനുള്ള ഒരു കഴിവായല്ലോ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ സിമ്പലിൽ എഴുതേണ്ട എങ്ങനെയാണെന്ന്? മനസ്സിലായി സർ. ഓക്കെ, ശരി. അപ്പോ കാര്യം കഴിഞ്ഞു. നമ്മളെ സെന്റൻസുകളെ സിമ്പലിലേക്ക് എഴുതാൻ പഠിച്ചു കഴിഞ്ഞു. നൗ നമ്മള് യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിന്റെ നെഗേഷൻ ആണ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ ഇനി ഉപയോഗിക്കാൻ പോവുകയാണ്. അതായത് ഇനി സ്റ്റേറ്റ്മെന്റുകളെ നെഗേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതായത് യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും ഉള്ള സ്റ്റേറ്റ്മെന്റുകളെ നെഗേറ്റ് ചെയ്യാൻ പോകും. യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും ഉള്ള സ്റ്റേറ്റ്മെന്റുകളെ നെഗേറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിന്റെ നെഗേഷൻ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആണെന്നും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിന്റെ നെഗേഷൻ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി അത് പറയുന്നില്ല, അത് എഴുതുന്നുമില്ല. ഇനി എന്താണ്, നമ്മളത് ഉപയോഗിക്കലാണ്. ഉപയോഗിക്കുക. ശരി, അപ്പൊ ഞാന് സ്റ്റേറ്റ്മെന്റ് തരും, അതിനെ നെഗേറ്റ് ചെയ്യണം. അതിനെ നിങ്ങൾ സിമ്പിൾ എഴുതണം, പിന്നെ നെഗേറ്റും ചെയ്യണം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഫോർ എവരി എക്സ് ഇൻ എ, ഫോർ എവരി എക്സ് ഇൻ എ, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5. ഫോർ എവരി എക്സ് ഇൻ എ, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5. ഇത് നിങ്ങൾ സ്വന്തമായി ഇപ്പൊ തന്നെ നിങ്ങളുടെ ബുക്കില് ഒന്ന് സിമ്പലിലാക്കി എഴുതി തരാമോ? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബുക്കോ പേപ്പറോ ഉണ്ടെങ്കിൽ അതിലൊന്ന് സിമ്പലില് എഴുതി നോക്കാമോ? ഇതിനെ സിമ്പലിൽ എഴുതി നോക്കണം. ഫോർ എവരി എക്സ് ഇൻ എ, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5നെ സിമ്പലിൽ എഴുതി നോക്കണം. എന്താണോ ക്വാണ്ടിഫയർ ഏതാണോ വേണ്ടത് ആ ക്വാണ്ടിഫയർ ഉപയോഗിച്ച് ചെയ്യുക. സ്വന്തമായി എഴുതുക. എഴുതിയായിരുന്നോ? എഴുതിയായിരുന്നോ ഇയാളെ സിമ്പലില്? എഴുതി സർ. ഓക്കെ, ശരി. അപ്പോ ഞാൻ എഴുതാം. ഇതാണോ നിങ്ങൾക്ക് കിട്ടിയെന്ന് മാത്രം നോക്കിയാൽ മതി. ഫോർ എവരി എക്സ് ഇൻ എ ദാറ്റ് ഇസ് ബിലോങ്സ് ടു എ, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5. ഇത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയത് സ്വന്തമായിട്ട് എഴുതിയപ്പോൾ? യെസ് സർ. ഓക്കെ, ഡൺ. അപ്പൊ നമ്മള് എന്താണ്, നമുക്കിപ്പോ സെന്റൻസുകളെ എഴുതാനുള്ള കഴിവായി കഴിഞ്ഞു. സെന്റൻസിനെ സിമ്പിൾ എഴുതാനുള്ള കഴിവായി കഴിഞ്ഞു. ഇനി ഞാൻ ഇയാളുടെ നെഗേഷൻ എഴുതാം. സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഇയാളുടെ നെഗേഷൻ എഴുതാം. യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിന്റെ നെഗേഷൻ ആണ് വേണ്ടത്. യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിന്റെ നെഗേഷൻ. അപ്പൊ ഞാൻ ഇവിടെ സിമ്പിളിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. നെഗേഷൻ ഓഫ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എ, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5. എല്ലാവരും, എയിലുള്ള എല്ലാവരും ഇതനുസരിക്കുന്നു എന്നാണ്. എയിലുള്ള എല്ലാവരും ഇതനുസരിക്കുന്നു. അത് തെറ്റാൻ എയിലുള്ള ഒരാളെങ്കിലും ഇത് അനുസരിക്കാതിരുന്നതാണ്. അപ്പൊ ഫോർ എവരി എന്ന് പറയുന്ന ആളുടെ നെഗേഷൻ ദയർ എക്സിസ്റ്റ് ആണ്. ഫോർ എവരി എന്ന് പറയുന്ന ആളുടെ നെഗേഷൻ ദയർ എക്സിസ്റ്റ് ആണ്. ദയർ എക്സിസ്റ്റ് എക്സ് ബിലോങ്സ് ടു എ, ദയർ എക്സിസ്റ്റ് എക്സ് ബിലോങ്സ് ടു എ, we have to negate the second statement, f of x greater than 5. കിട്ടിയ എല്ലാ എക്സും ഇതനുസരിക്കുന്നു. അപ്പോ ഒരെക്സ് എങ്കിലും കാണണം. ദയർ എക്സിസ്റ്റ് ആയി. എന്ത് ചെയ്യരുത്? അത് ഇത് അനുസരിക്കരുത്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷനും വേണം. അപ്പൊ ദയർ എക്സിസ്റ്റ് എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് ഇത് അനുസരിക്കരുത്. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 ആവരുത്. അതായത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവും. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവും. സെന്റൻസിൽ എഴുതുമ്പോൾ നമുക്ക് കിട്ടും ദയർ എക്സിസ്റ്റ് എക്സ് ഇൻ എ സച്ച് ദാറ്റ് എന്ന വാക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം, അതൊന്നും ഒരു പ്രശ്നമില്ല. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇതാണല്ലോ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ഇതിന്റെ നെഗേഷൻ. എല്ലാ എക്സും കൊടുത്താലും എഫ് ഓഫ് എക്സ് 5-നേക്കാൾ വലുതായിരിക്കും. അപ്പൊ ഒരു എക്സ് എങ്കിലും ഉണ്ടായാൽ മതി. എഫ് ഓഫ് എക്സ് കൊടുക്കുമ്പോൾ 5-ഓ 5-നേക്കാൾ ചെറുതുമാകും.
നെഗേറ്റ് ചെയ്തു. നിങ്ങൾക്ക് ലോജിക്കലി ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ നെഗേറ്റ് ചെയ്ത് ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും തർക്കമുണ്ടോ? ഇല്ല സർ. ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി. നൗ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുകയാണ്. ഈ സ്റ്റേറ്റ്മെന്റിന് നിങ്ങൾ സ്വയം എന്താണ് സിമ്പിൾ എഴുതണം. there exists a positive number y such that 0 less than or equal to 0 less than g of y less than or equal to 1. There exists a positive number y such that 0 less than g of y less than or equal to 1. ശരി, അപ്പൊ ഇതിനെ സിമ്പിളിലേക്ക് എഴുതുക. സ്വന്തമായി സിമ്പിളിലേക്ക് എഴുതുക. എഴുതിയായിരുന്നോ? എഴുതിയായിരുന്നോ? എഴുതി സർ. ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയത്, നിങ്ങൾ എഴുതിയത് ഇതാണോ എന്ന് നോക്കുക. there exists പോസിറ്റീവ് നമ്പർ y ആണ്. അതുകൊണ്ട് y greater than 0, പോസിറ്റീവ് നമ്പർ y greater than 0 such that അല്ലെങ്കിൽ കോമ ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ്. such that ഇത് ചെയ്യണം. 0 less than g of y less than or equal to 1. there exists y greater than 0 such that 0 less than g of y less than or equal to 1. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിനെ സിമ്പിളിലേക്ക്. നൗ ഞാൻ ഇയാളെ നെഗേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നെഗേഷൻ ഓഫ് ദ പാർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് there y greater than 0 such that 0 less than or equal to 0 less than g of y less than or equal to 1. നെഗേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നെഗേറ്റ് ചെയ്യുക. there exists ആണ്. there exists എന്ന് പറയുമ്പോൾ for every y greater than 0. നിങ്ങള് നെഗേറ്റ് ചെയ്യുമ്പോൾ there exists for every ആക്കുമെങ്കിലും y greater than 0നെ y less than or equal to 0 ആക്കൂല. ശ്രദ്ധിക്കുക. for every y greater than 0 എന്താണ്? 0യുടെയും 1ന്റെ ഇടയിൽ കിടക്കും ജി ഓഫ് വൈ. അതായത് ജി ഓഫ് വൈ എന്ന് പറയുന്നത് നമ്പർ ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ 0ന്റെയും 1ന്റെ ഇടയിൽ കിടക്കും എന്നാണ് അവർ പറയുന്നത്. 0ന്റെയും 1ന്റെ ഇടയിൽ കിടക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെ നെഗേറ്റ് ചെയ്യണം. നെഗേറ്റ് 0 ലെസ് ദാൻ ജി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1നെ നെഗേറ്റ് ചെയ്യണം. അതായത് 0ന്റെയും 1ന്റെ ഇടയിൽ കിടക്കരുത്. അതായത് for every y greater than 0 g of y ഒന്നുകിൽ 0 അതിനേക്കാൾ വലുതോ ആയിരിക്കണം. 0 അതിനേക്കാൾ ചെറുതോ ആയിരിക്കണം. കാരണം ഇതിന്റെ ഇടയിൽ കിടക്കരുതെന്നല്ലേ. അപ്പൊ 0-നേക്കാൾ ചെറുത് ഇങ്ങോട്ട് പോണം. 0-നേക്കാൾ ചെറുതായിരിക്കണം. ഓർ അല്ല എങ്കിൽ 1 ആകരുത്, 1-നേക്കാൾ വലുതാകണം. നെഗേറ്റ് ചെയ്തതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. നെഗേറ്റ് ചെയ്തതാണ് ജി ഓഫ് വൈ 0ന്റെയും 1ന്റെ ഇടയിൽ കിടക്കണമെന്നാണ്. 0ന്റെയും 1ന്റെ ഇടയിൽ കിടക്കരുത്. അതായത് ഒന്നുകിൽ 0-നേക്കാൾ ചെറുതാകണം, അല്ല എങ്കിൽ 1-നേക്കാൾ വലുതാകണം. അങ്ങനെയാണെങ്കിൽ 0ന്റെയും 1ന്റെ ഇടയിൽ കിടക്കില്ലല്ലോ. അതാണ് അവർ പറഞ്ഞത്. ഈ സ്റ്റേറ്റ്മെന്റിന് വേണമെങ്കിൽ 0 ലെസ് ദാൻ ജി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1നെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ? 0 less than g of y and g of y less than or equal to 1 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 0ന്റെയും 1ന്റെ ഇടയിൽ കിടക്കണമെന്നാണല്ലോ ആൻഡ് സ്റ്റേറ്റ്മെന്റ്.
അപ്പൊ അതിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ നെഗേഷൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതാണ് ജി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയത് ആൻഡ് മാറി ഓർ ആവും ഓർ ജി ഓഫ് വൈ ഗ്രേറ്റർ ദാൻ 1. മനസ്സിലായോ? മനസ്സിലായി സാർ. സാർ ഈ ഓറിന് സിമ്പൽ ഇടാൻ പറ്റില്ലേ? എന്താണ് സാർ ഈ ഓർ ഇട്ടില്ലേ, അതില് സിമ്പൽ ഇട്ടാലും പോലെ. ഓറിന്റെ സിമ്പൽ ഇടാൻ ഒരു പ്രശ്നവുമില്ല. പക്ഷെ അങ്ങനെ ആരും ഇടാറില്ല കേട്ടോ. അങ്ങനെ ഓറിന്റെ സിമ്പല് അങ്ങനെ കൂടുതലായിട്ട് ആരും ഇതിന് ഉപയോഗിക്കാറില്ല. എന്താണ് നമ്മൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓർ ആൻഡ് എന്ന് പറയുന്ന സിമ്പൽ ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. അത് അങ്ങനെ തന്നെ എഴുതലാണ് പതിവ്. ഓർ ആൻഡ് എന്നൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടെയൊക്കെ ഉള്ളൂ. പക്ഷെ ഈ ഇംപ്ലിക്കേഷനും ഇഫ് ആൻഡ് ഓൺലി ഇഫും ഒക്കെ എല്ലായിടത്തും ഉപയോഗിക്കാം. ഓക്കെ, അത് എഴുതി വരുമ്പോ അങ്ങനെ തന്നെ അങ്ങ് എഴുതി പോവാറാണ് അത് ഓർ ആൻഡ്. അത് നമ്മൾ ഇംഗ്ലീഷ് എഴുതി വരുന്നതുകൊണ്ടുള്ള ഒരു ശീലമാണ്. ആൻഡ് ഓറും ഒക്കെ നമ്മളങ്ങ് വിട്ടുകളയും. അത് കൂടുതൽ ഉപയോഗിക്കാം. ഓക്കെ, ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. മനസ്സിലായോ? മനസ്സിലായി സാർ. ശരി.